ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു SCRT ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഗാന്ധിജിനെ പറ്റി പറയണ്ട അല്ലേ, ഗാന്ധിജി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ തന്നെ PSC ചോദിക്കാറേ ഇല്ല. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും എന്താണ് ഗാന്ധിജിയുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് അവിടെ വരാറുണ്ടല്ലേ. നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇവിടെ ഇൻട്രൊഡക്ഷനായിട്ട് ആദ്യം തന്നെ എന്താണ് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവത്തെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദി ദേശീയതയും തീവ്ര ദേശീയതയും കാലഘട്ടം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, മിതവാദി കാലഘട്ടവും തീവ്ര ദേശീയ കാലഘട്ടമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാമത്തെ ഘട്ടം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 3 ഘട്ടമുണ്ട്. മിതവാദി ദേശീയത ഉണ്ടായിരുന്നു, തീവ്ര ദേശീയത ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞ ഗാന്ധിയൻ കാലഘട്ടം അല്ലേ. അപ്പം മിതവാദിയും തീവ്ര ദേശീയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഗാന്ധിജിയുടെ കാലഘട്ടമാണ്, അതായത് ഗാന്ധിയൻ കാലഘട്ടം. 1919 മുതൽ 47 വരെയുള്ള ഈ കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് 1919 മുതൽ 47 വരെ. ഓക്കെ, മിതവാദി കാലഘട്ടമായിരുന്നു 1885, അതായത് INC വന്നത് തൊട്ട് എന്താണ് ബംഗാൾ വിഭജനമല്ല അല്ലേ, നമ്മൾ പറഞ്ഞ അങ്ങനെയായിരുന്നു 1905 വരെ. ദെൻ അത് കഴിഞ്ഞിട്ട് 1906 മുതൽ 1918 വരെ എന്താണ് തീവ്രദേശീയ കാലഘട്ടമായിരുന്നു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, നമ്മൾ പറഞ്ഞത് ലാൽ പാൽ പാൽ കൂട്ടുകെട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതായിരുന്നു ഏതെന്ന് പറയുന്നത് ഗാന്ധിയൻ കാലഘട്ടം അല്ലേ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 1919 മുതൽ 47 വരെ. ഗാന്ധിജിയുടെ ആഗമനം ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള ഗാന്ധിജിയുടെ ആഗമനം. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പം ഇതും ഒരു PYQ ആണല്ലേ. 1915 ജനുവരി 9 ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തും. അപ്പം ഗാന്ധിജിയുടെ സമരരീതി ആയിരുന്നു എന്തെന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം അല്ലെ. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ഇനി സത്യാഗ്രഹം എന്താണെന്നാണ് പറയുന്നത്. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു അല്ലെ. ഗാന്ധിജിയുടെ ഇതാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമാണ് ഇതെന്ന് പറയാം ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. നമുക്കറിയാലേ PYQ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചമ്പാരൻ സത്യാഗ്രഹം. അതിന്റെ വർഷം പഠിക്കണം 1917. ഇനി അത് എവിടെ നടന്നെന്ന് പഠിക്കണം ബീഹാറിൽ. നമുക്ക് നോക്കാം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വെള്ളക്കാർ നിർബന്ധിതരായി. അപ്പോൾ വെള്ളക്കാർ പറയുന്നൊക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പറയുന്നതൊക്കെ അനുസരിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു സമയം മാറി. നീലം കർഷകരെ അതെന്താണ് ഒരുപാട് ബാധിച്ചല്ലേ. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. അപ്പോൾ 1917 ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ചമ്പാരൻ. ഇനി 18 എന്താണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം അല്ലേ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം, അതായത് ആദ്യത്തെ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ചമ്പാരനും, ഇനി ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അത് അഹമ്മദാബാദിലെ തുണിമിൽ സത്യാഗ്രഹമായിരുന്നു. ഇത് രണ്ടും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിരാഹാര സത്യാഗ്രഹവും ചോദിച്ചിട്ടുണ്ട്, നോർമൽ സത്യാഗ്രഹമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് രണ്ടും പഠിക്കണം. 1917 ചമ്പാരൻ, 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അതേ വർഷം ഗുജറാത്തിലെ ഖേദയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അതാണല്ലേ നമ്മൾ അറിയുന്നത് ഖേദ സത്യാഗ്രഹം. അതും ഏത് വർഷം തന്നെയാണ് 1918 തന്നെയാണ്. ഓക്കെ, തീവ്രദേശീയ കാലഘട്ടത്തിലെ സമര രീതികളിൽ നിന്ന് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടും അല്ലേ. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമായിരുന്നു ആരുടെ ഇതെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രീതി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലറ്റ് ആക്ട്.
അപ്പം കരിനിയമം എന്നാണെന്നല്ലേ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ്, റൗലറ്റ് ആക്ടിനെ വിശേഷിപ്പിച്ചാണ് കരിനിയമങ്ങളെന്ന്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. നമുക്ക് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റാണ് ഇത് 4 ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളെ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അല്ലേ, അപ്പം ഇന്ത്യക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരു അവകാശവും ഇല്ലാന്ന് തന്നെ പറയാം അല്ലേ ഇതെന്ന് പറയുമ്പോൾ, ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും. ഏതൊരു ഇന്ത്യക്കാരനെ വാറന്റ് ഇല്ലാതെ എന്താണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികൾ എന്താണ് രഹസ്യ വിചാരണ നടത്താം. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേക കോടതികളിൽ നിന്ന് തന്നിട്ട് സ്റ്റേറ്റ്മെന്റിൽ എല്ലാ കോടതികളിലും രഹസ്യ വിചാരണ നടത്താമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, പ്രത്യേക കോടതികളിലാണ് രഹസ്യ വിചാരണ നടത്തുക. അങ്ങനെ ഒരു പോയിന്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ മാറ്റി വാക്യങ്ങൾ മാറ്റി നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരും അല്ലേ. ഇപ്പോഴത്തെ PSCയുടെ രീതി അങ്ങനെയാണല്ലേ. ഓക്കെ, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഈ 4 പോയിന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത് റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പം കരിദിനം എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1919 ഏപ്രിൽ 6. ഇമ്പോർട്ടൻ്റ് ആണ്, 1919 ഏപ്രിൽ 6. അഭൂതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിൽ ലഭിച്ചത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചൂർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. അപ്പം പഞ്ചാബിൽ എന്താണ് ഈ കരിനിയമത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു ആരെന്നൊക്കെ പറയുന്നത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചൂറും. അവരെ എന്താണ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എന്താണ് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലത്ത് എന്താണ് ജനങ്ങളൊക്കെ ഒത്തുകൂടി. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാല മൈതാനമായിരുന്നു ഇതെന്ന് പറയാം ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു. അതായത് 3 വശം എന്താണ് മതിലുകളാൽ ചുറ്റപ്പെട്ടാണ്. അപ്പോൾ ഒരു വഴി മാത്രമാണ് ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനും അല്ലെങ്കിൽ അകത്തോട്ട് കയറാനൊക്കെ പറ്റുന്നുണ്ടത്. അപ്പോൾ അവിടെ എന്താണ് ചെയ്തത്, ഈ ബ്രിട്ടീഷുകാർ എന്താണ് വെടി വെച്ചു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. അപ്പോൾ എന്താണ് ആൾക്കാർക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊന്നും പറ്റിയിരുന്നില്ല അല്ലേ. അപ്പം അങ്ങനെ 1000-ൽ പരം ആളുകൾ എന്താണ് വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചിരുന്നില്ല. ഈ ദാരുണ സംഭവമാണ് ഇതെന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് അല്ലേ. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇതിൽ തുടർന്ന് എന്താണ് ഗാന്ധിജി കൈസറി ഹിന്ദ് എന്ന പദവി തിരികെ കൊടുത്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൈസറി ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരികെ നൽകി. അതോടൊപ്പം എന്താണ് ടാഗോർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സർ പദവി ഉപേക്ഷിച്ചു. ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടു. ഓക്കെ, ധീരനായ ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായിരുന്നു ആരെന്ന് പറയുന്നത് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സമയത്ത് എന്തായിരുന്നു, അദ്ദേഹം ഒരു കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിളോ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്താണ് ഇംഗ്ലണ്ടിൽ പോയി വധിച്ചു. എന്തൊരു വലിയ കാര്യമാണല്ലോ ചെയ്തേ. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് മൈക്കിളോ ഡയർ. കാരണം അദ്ദേഹമായിരുന്നു വെടിവെക്കാനായിട്ട് പട്ടാളക്കാരോട് പറഞ്ഞത്. അപ്പം ഓർഡർ ചെയ്ത വ്യക്തിയായിരുന്നു ഓ ഡയർ. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, ഓ ഫോർ ഓർഡർ, അങ്ങനെ പഠിക്കുക. ഓർഡർ അതായത് വെടിവെച്ചോളാൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ഓ ഡയർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ പോയി വധിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഉദ്ധം സിംഗ്. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അപ്പോൾ ഇതേ തുടർന്ന് 40 ജൂലൈ 31 ആയപ്പോൾ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഓക്കെ, അടുത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം തുർക്കിയുടെ കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആയിരുന്നു പറയുന്നത് ഖലീഫ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്നു ആരെന്നൊക്കെ പറയുന്നത് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളായിരുന്നു മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. ഇവർ അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും അലി സഹോദരന്മാരെന്നാൽ അറിയപ്പെടുന്നു. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ഈ ഖിലാഫത്ത് പ്രസ്ഥാനം വഴി ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഐക്യം വർദ്ധിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1919 ഒക്ടോബർ 17.
1919 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചു. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പ്രവർത്തനങ്ങളും സജീവ പിന്തുണ നൽകാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ അടുത്ത്. ഓക്കെ, അടുത്താണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. ഇതിങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ബഹുജന സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് നിസ്സഹകരണ സമരം. 1920 കൊൽക്കത്തയിൽ ചേർന്ന INCയുടെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതി: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇതിങ്ങനെ തന്നെ തന്നിട്ട് ഇതാരുടെ വാക്കുകളെന്ന് ചോദിച്ചിട്ടുണ്ട്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അവകാശമുണ്ട്. നിസ്സഹകരണ സമരം രണ്ട് തരം കർമ്മ പരിപാടികൾ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. നമുക്ക് ഓരോ നോക്കാം. ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ നോക്കാം. വിദേശ വസ്തു ബഹിഷ്കരിക്കാം. വിദേശ വസ്ത്രങ്ങൾ എന്താണ്? ബഹിഷ്കരിക്കുക. നികുതി നിഷേധിക്കുക. പദവികളോ ഉദ്യോഗങ്ങളോ ഉപേക്ഷിക്കുക. കോടതി ബഹിഷ്കരിക്കുക. അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു ഏതെന്നൊക്കെ പറയുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികളോ ഉദ്യോഗങ്ങളോ ഉപേക്ഷിക്കുക, കോടതി ബഹിഷ്കരണം. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അയിത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അപ്പം നിസ്സഹകരണ സമരമുറകളുടെ രണ്ട് രീതി നമ്മൾ പറഞ്ഞു: ബഹിഷ്കരണ പ്രവർത്തനം, ക്രിയാത്മക പ്രവർത്തനം. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, പദവികളോ ഉദ്യോഗങ്ങളോ ഉപേക്ഷിക്കുക, കോടതി ബഹിഷ്കരണം. ഇതൊക്കെ എന്താണ്? ബഹിഷ്കരണ പ്രവർത്തനമായിരുന്നു. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളായിരുന്നു ഏതെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യം, അയിത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, അതോടൊപ്പം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഓക്കെ, അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റാണ് മലബാർ കലാപം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമരത്തെയാണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. ഓക്കെ, അപ്പോൾ മലബാർ കലാപത്തെ തുടർന്നാണ് എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇത് വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളം ആദ്യമായിട്ട് സന്ദർശിക്കുന്നത്. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാർ അഥവാ മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായിരുന്ന അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുള്ള എതിർപ്പ് കർഷകർക്കിടയിലെ രൂക്ഷമായി നിലനിൽക്കുന്ന സമയത്ത് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേവീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ഈ ജനങ്ങളെല്ലാം കൂടെ തടഞ്ഞു. ഖിലാഫത്ത് നേതാവായ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും ഇതേ തുടർന്ന് പടർന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിൽ കലാപം തുടങ്ങി. ഈ താലൂക്കിൻ്റെ പേര് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏറനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കിലാണ് കലാപം സ്റ്റാർട്ട് ചെയ്തത്. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോക്ഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ കലാപത്തിന് നേതൃത്വം നൽകിയ രണ്ട് വ്യക്തികളായിരുന്നു നോക്കുന്നത് അലി മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. അടുത്താണ് വാഗൺ കൂട്ടക്കൊല, വാഗൺ ട്രാജഡി അല്ലേ. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അപ്പം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, തിരൂര്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ ചെയ്തത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുഡ്സ് വാഗണിൽ, അതായത് ഒരു ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് ആളുകളെ തിക്കി ഇതാക്കി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തി പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത പോത്താനിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവമാണ് എന്തെന്ന് പറയുന്നത് വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. 1921 നവംബർ 10 ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി.
ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി. ഒന്നും കൂടെ പറയാം, വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. അടുത്തതാണ് ചൗരി ചൗര സംഭവം. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിപ്പിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാതിക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. 22 പോലീസുകാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. 1922 എന്തെന്ന് പറഞ്ഞാൽ ചൗരി ചൗര സംഭവം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ. ഈ സംഭവം അഹിംസ സമരതത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പം ഇതേ തുടർന്ന് എന്താണ്, നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെച്ചു. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാട്ടങ്ങളെ വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ്ണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. അപ്പം എന്താണ്, വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ എന്താണ്, താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഇതെന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം. നടന്ന വർഷം 1924. PYQ ആണ്. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, എല്ലാ ഫിലിംസിൻ്റെയും തന്നെ അല്ലെങ്കിൽ മുന്നേ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. 1924. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണജാഥ പ്രസിദ്ധമാണ്. നമുക്ക് സവർണജാഥയെ പറ്റി ഒന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അപ്പം മന്നത്ത് പത്മനാഭനായിരുന്നു എന്തെന്ന് പറയാൻ സവർണജാഥ നേതൃത്വം നൽകിയത്. അതും PYQ ആണ്. സവർണജാഥ ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ. 1924 നവംബർ 1. ഇവർ ആർക്കാണ് നിവേദനം നൽകിയെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മി ഭായിക്ക്. പൊതുയിടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം നമുക്ക് അറിയാം. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണല്ലേ, വൈക്കത്ത് ഗാന്ധിജി വന്നത് 1925. 24 വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത് ഗാന്ധിജി വന്നത് 25. തൂക്ക് കയറിനെ ഭയക്കാത്തവർ നമുക്ക് നോക്കാം. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായ നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലി അർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഒന്നും കൂടെ പറയാം, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഇവർ രൂപീകരിച്ച സംഘടനയായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ. യുവജനങ്ങളുടെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യുവജനങ്ങളെ സമരസജ്ജരാക്കുക. അവരുടെ പിക്ചറൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു നുള്ളുപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയല്ലേ. 1929 ലാഹോറിൽ നടന്ന INCയുടെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിരുന്നു. അത് ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകണമായിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയ ജനരോക്ഷം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമര ആയുധമാക്കാൻ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അതേ തുടർന്ന് ദണ്ഡിയാത്രയൊക്കെ പോയല്ലേ, അതാണ് ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പം ദണ്ഡിയാത്രയ്ക്ക് പോയതാണ് പറയുന്നത്. ഉപ്പ് നിയമലംഘനത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. 78 പേരുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എവിടുന്നാണ്? സബർമതി ആശ്രമത്തിൽ. 375 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് അവരെത്തിച്ചേർന്നു. 78 പേരുമായിട്ട് ഗാന്ധിജി സബർമതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 375 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ചു. 375. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിന്റെ പ്രതീകമായി മാറി. അപ്പോൾ ഉപ്പ് എന്താണ്? നിയമലംഘന സമരത്തിന്റെ പ്രതീകമായിട്ട് മാറി. ദണ്ഡിയാത്രയിലെ മലയാളികൾ. അപ്പം നമ്മൾ പറഞ്ഞു 78 അനുയായികളുമായാണ് ഗാന്ധിജി പുറപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കുറച്ച് മലയാളികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്. ഓഡ് വൺ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ ചോദ്യം വന്നിട്ടുണ്ട്. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ,
ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. 4 പേരുണ്ടായിരുന്നു അല്ലേ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛന്, രാഘവ പൊതുവാൾ. ഒന്നും കൂടെ പറയാം. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛന്, രാഘവ പൊതുവാൾ. ഓക്കെ. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പം ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടത്തിയത്. സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പം കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും എന്താണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ നേതൃത്വം നൽകിയവരായിരുന്നു ആരെന്നൊക്കെ പറയുന്നത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവി എന്ന് പറയുന്നത്. ഓക്കെ. പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമലംഘനം നടന്നത്. കണ്ണൂരിൽ അഥവാ പയ്യന്നൂരിൽ കെ കേളപ്പനായിരുന്നു നേതൃത്വം നൽകിയത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാണ് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയും. ഇനി പയ്യന്നൂർ ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനും. കോഴിക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ പി കൃഷ്ണപിള്ളയും മുഹമ്മദ് അബ്ദുറഹിമാനും. ഓക്കെ. ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്തു. നാഗന്മാരുടെ റാണി. ഈ ഒരു ബോക്സ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂര്, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന സമരത്തിന്റെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗേഡിലു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു എന്താണ് റാണി ഗേഡിലുവിനെ വിശേഷിപ്പിച്ചു. ഇത് പിവൈക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. റാണി ഗേഡിലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ചോദിച്ചിട്ടുണ്ട്. നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. ഓക്കെ. അടുത്ത സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധന, സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. അപ്പം 31 എന്തെന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് അല്ലേ. 1931 ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്ന് നൽകണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. അപ്പോൾ എ കെ ജി ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് പി കൃഷ്ണപിള്ള ഒക്കെ ഇതിന് കൂടുതൽ നേതൃത്വം നൽകി. നിരാഹാര സത്യാഗ്രഹം നടന്ന ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഓക്കെ. അംബേദ്കറും പൂന സന്ധ്യയും. അത് നമ്മൾ പറയാൻ പോകുന്നതാണ് അംബേദ്കറും പൂന സന്ധ്യയും. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹിക ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു. ഗാന്ധിജി എന്താ ചെയ്തത്? അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്നതുകൊണ്ട് എന്താണ് പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർക്കുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും അവർ തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്നറിയപ്പെടുന്നത്. അപ്പം ഗാന്ധിജിയും അംബേദ്കറും ചേർന്നിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയാം പൂന സന്ധി എന്ന് പറയുന്നത്. 1932 പൂന സന്ധി നടന്നത്. പൂന ഉടമ്പടി നടന്ന വർഷമാണ് 1932. ഗാന്ധിജിയും അംബേദ്കറും കൂടെ ചേർന്ന്. വട്ടമേശ സമ്മേളനങ്ങൾ അതിൻ്റെ വർഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്. PYക്കുമാണ്, നമുക്കറിയാമല്ലേ, എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. 30, 31, 32 അങ്ങനെ മാറ്റി ചോദിക്കും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. 30 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി 1930, 31, 32 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലല്ല വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. ഓക്കെ. നടന്ന വർഷം എന്ന് പറയുന്നത്
30, 31, 32 3 വർഷങ്ങൾ. 3 വട്ടമേശ സമ്മേളനങ്ങൾ അംബേദ്കർ പങ്കെടുത്തു. ഇതിൽ മൂന്നെണ്ണത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ അംബേദ്കർ എന്ന് പറയുന്നത്. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ 3 സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ അംബേദ്കർ. ഗാന്ധിജി പങ്കെടുത്ത 2ാം വട്ടമേശ സമ്മേളനമായ 1931 അതും ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം ഏതാണ്? 1931 സ്റ്റാർട്ട് ചെയ്തത് 30, 31, 32 3 സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അംബേദ്കർ. ഇനി ഗാന്ധിജി പങ്കെടുത്ത് ചോദിക്കുകയാണെങ്കിൽ 31. ഓക്കെ. അടുത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ഏതെന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച ഡേറ്റ് ആണ് 1942 ഓഗസ്റ്റ് 8. ഓക്കെ, ചോദിച്ചിട്ടുണ്ടേ എന്നാണ് ഏത് വർഷം എന്ന് ചോദിച്ചിട്ടുണ്ട്. 42. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നായിരുന്നു സമ്മേളനത്തിന് ആവശ്യം. അപ്പം നമ്മൾ സമ്മേളിച്ചതിൻ്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? എല്ലാ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകണമെന്നായിരുന്നു. ഓക്കെ. ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചുമന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരത്തോട് ആഹ്വാനം ചെയ്ത ഗാന്ധിജി ആഹ്വാനം ചെയ്ത വാക്കുകളാണെന്ന് പറഞ്ഞത്. അതിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അല്ലേ? ഇപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗാന്ധിജി അല്ലേ? നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇതായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബായെ പാർപ്പിച്ചത്. അപ്പം 42 എല്ലാവരെയും അറസ്റ്റ് ചെയ്തല്ലേ. അപ്പോൾ പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബാ ഗാന്ധിയെയും പാർപ്പിച്ചത്. ജയിൽവാസത്തിനിടയിൽ 44 ഫെബ്രുവരി 22 കസ്തൂർബാ ഗാന്ധി മരണമടഞ്ഞു. 1944 ഫെബ്രുവരി 22 കസ്തൂർബാ ഗാന്ധി എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് മരിച്ചു. ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ ആസഫ്, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അപ്പം അവരെന്താണ്? ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാരെന്ന് പറയുന്നത് അരുണ ആസഫലിയും അതോടൊപ്പം ജയപ്രകാശ് നാരായണനും. അരുണ ആസഫലിയും ജയപ്രകാശ് നാരായണൻ ഇതും ചോദിച്ചിട്ടുണ്ട്. അരുണ ആസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ച് PYക്കോട് ചോദിച്ചിട്ടുണ്ട്. അരുണ ആസഫലി. സമര നായകൻ ചോദിച്ചാൽ ആരാണ്? ജയപ്രകാശ് നാരായണൻ. നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടൊടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. അപ്പോൾ ബഹിഷ്കരണ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ പറയാം. ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപമായി മാറി. റെയിൽവേ സ്റ്റേഷൻ നശിപ്പിച്ചു, തീവണ്ടി കത്തിച്ചു, സർക്കാർ ഓഫീസ് ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, സ്കൂൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? ക്ലാസുകൾ ബഹിഷ്കരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായ സമരത്തെ അമർച്ച ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ 42 ഓഗസ്റ്റ് 9 എന്തെന്ന് പറഞ്ഞാൽ ഹർത്താൽ ആചരിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിലും സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികളാണ് ആരൊക്കെ എന്ന് പറയുന്നത്? MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചു വന്നു. അപ്പം 42 ഓഗസ്റ്റ് 9 എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു. അപ്പോൾ അതേ തുടർന്ന് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് നമ്മളിങ്ങനെ ആചരിച്ചു വരുന്നു. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല എന്നും അത് പോരാടി നേടേണ്ടതുമാണെന്നായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല എന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു എന്തെന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. ഇത് ആര് പറഞ്ഞ വാക്കുകൾ? PYക്കുവാണേ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തോടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA, റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. അപ്പം നമുക്ക് കണക്ട് ചെയ്യാം. റാഷ് ബിഹാരി ഘോഷും ഉണ്ട്, റാഷ് ബിഹാരി ബോസും ഉണ്ട്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ ബോസ് അല്ലേ, സുഭാഷ് ചന്ദ്രബോസ്, അത് നമുക്ക് കറക്റ്റ് അറിയാം, സുഭാഷ് ചന്ദ്രബോസ്. അപ്പം ബോസിൽ നിന്ന് ബോസ് തന്നെ അത് ഏറ്റെടുത്തു എന്ന് പഠിച്ചാൽ മതി. റാഷ് ബിഹാരി ബോസ്, സുഭാഷ് ചന്ദ്ര ബോസ്. ഓക്കെ, ബോസിൽ നിന്ന് ബോസ് തന്നെ കൈമാറിയെടുത്തു, INA യുടെ നേതൃത്വം ഏറ്റെടുത്തു. അപ്പം റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച
ഇന്ത്യൻ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഇന്ത്യയുടെ മോചനമായിരുന്നു INA ലക്ഷ്യം. ഇന്റർനാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മോചനമായിരുന്നു. ആസാദി ഹിന്ദു റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ ആശീസ്സുകൾ നേടുന്നു. ഓക്കെ. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. അപ്പൊ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ്. ഗാന്ധിജി എന്താണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു അല്ലേ? ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് അല്ലെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. INAയും മലയാളികളും. അടുത്ത ടോപ്പിക്കാണ് INAയും മലയാളികളും. INAയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു പറയുന്നത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. ആയിരുന്നു INAയുടെ വനിതാ വിഭാഗം നേതാവ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകർഷനായി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന ധീരനായ മലയാളിയായിരുന്നു പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ 26ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. അപ്പം വക്കം അബ്ദുൽ ഖാദറിന് എന്താണ് 26ാമത്തെ വയസ്സിന് തൂക്കിലേറ്റുന്നതിന് മുൻപുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് വായിക്കും. ഇതൊരു കത്തൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിയും. നാളെ രാവിലെ 6 മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം. ഇന്ന് രാത്രി 12 മണി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ മരണദിനത്തിൻ്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കാൻ പോകുന്നു. അതെ, റമളാൻ മാസത്തിലെ 7ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും 6 മണിക്കും മധ്യ ഞാൻ മരിക്കും. വന്ധ്യനായ പിതാവേ, വത്സലനിധിയായ ഉമ്മ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, എനിക്കൊരു ആശ്വാസ വചനവും നിങ്ങളോട് പറയുവാൻ ഇല്ല. ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു. എന്നെപ്പറ്റി ദുഃഖിക്കരുത്. ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതെ ഇരിക്കില്ല, അഭിമാനിക്കുക തന്നെ ചെയ്യും. അല്ലേ? നമുക്ക് തന്നെ ഒരു ഇത് തന്നെയാണല്ലേ. ഓക്കെ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളെ കേരളീയനായ വക്കം അബ്ദുൽ ഖാദറിന്റെ ധൈര്യവും ദേശാഭിമാനവും നമുക്ക് ആവേശം പകർന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു ആവേശം പകർന്ന എന്താണ് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ള. എല്ലാം തന്നെ PYQ ആണ് അല്ലേ. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു, എല്ലാം PYQ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ചമ്പാരൻ സത്യാഗ്രഹം മുതൽ എന്താ പറയുക, ഈ ഒരു ക്വിറ്റിൻ്റെ ആ ഒരു ടൈം വരെ ഫുൾ കാലഘട്ടവും അല്ല വർഷവും ഡേറ്റും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഡേറ്റും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഡേറ്റും എല്ലാം ചോദിച്ചിട്ടാണ്. അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തികൾ അങ്ങനെ ഓടുവണ്ണായിട്ട് അങ്ങനെ പല രീതിയിൽ എന്താണ് ചേരുമ്പടി ചേർക്കണം, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.